ഒരുപാട് സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. എനിക്ക് വരുന്ന കോളുകൾ, ഞാൻ ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്, എനിക്ക് നടുവേദനയുണ്ട്, അതേപോലെ ഞാൻ കൊളസ്ട്രോൾ ഉണ്ട്, മറ്റ് അതുപോലെയുള്ള വിഷയങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ധാരാളം പേര് വിളിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചികിത്സ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തതല്ല. ചികിത്സ തരാൻ എനിക്ക് കഴിയത്തുമില്ല, അതിനുള്ള യോഗ്യതയും എനിക്കില്ല, അവകാശവുമില്ല, ഒന്നുമില്ല, അനുമതിയുമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം ഇതിലൊന്ന് വ്യക്തമാക്കാം. ഷാജൻ സ്കറിയ വെച്ചിട്ടുള്ള ആ വീഡിയോ, പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ വൈറ്റമിൻ ഡിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. വൈറ്റമിൻ ഡി എവിടെ നിന്നാണ് ലഭിക്കുന്നത്, അത് കിട്ടാത്തതിലുള്ള പ്രശ്നം, അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ വീഡിയോ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുബന്ധമായിട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയണമെന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇനി വളച്ചൊടിക്കുന്നില്ല, നേർക്ക് നേർ തന്നെ കാര്യം പറയാം. എൻ്റെ ആ വീഡിയോ കണ്ടവർക്ക് അതിൻ്റെ തുടർച്ചയായിട്ട് ഇത് മനസ്സിലാവും. അല്ലാത്തവരത് ഇവിടെ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോ കണ്ടോളി. ഇനി അതല്ല ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടാൽ മതി. അതായത് എൻ്റെ ആ ഒരു ക്യാമ്പ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, ക്യാമ്പിൻ്റെ പരസ്യമല്ലത്, പലരും എന്താണ് ക്യാമ്പ് എന്ന് ചോദിച്ചത് കൊണ്ട് പറയുന്നതാണ്. നമ്മളൊക്കെ എന്താണ് ആരാണ് എന്ന് അറിയാത്തത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇല്ല, നമ്മുടെ മക്കൾ വഴി പഠിച്ചു പോകുന്നുണ്ട്, നമുക്ക് ചില പ്രയാസങ്ങളുണ്ട്, നമ്മുടെ ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ട്, അതുപോലെ ജോലിയിൽ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഒരു ജോലി തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല, മനസ്സമാധാനമില്ല, അതുപോലെ ടെൻഷൻ, നടുവേദന മാറുന്നില്ല, നേരത്തെ പറഞ്ഞതുപോലെ മാനസികമാണ് നല്ലൊരു ശതമാനം. അങ്ങനെ ഉള്ള മിക്ക പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ ആരാണെന്ന് നമുക്കറിയാത്തത് കൊണ്ടാണ്. നമ്മൾ കുറെ കഴിവുണ്ടാകാം, കുറെ പണമുണ്ടാകാം, അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളുണ്ടാകാം, പക്ഷെ മനസ്സിന് എന്തോ ഒരു നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ഒരു എന്തരാലിറ്റി കോംപ്ലക്സ്, അത് എന്താണെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ. പിന്നെ എന്താ എൻ്റെ മക്കളെ ഞാൻ എങ്ങോട്ടാണ് വഴി നടത്തേണ്ടത്, അവരെന്താണ്, അവരുടെ സ്വഭാവം എന്താണ്, ഓരോരുത്തർക്കും ആപ്റ്റായത് എന്താണ്, ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ നന്നാകാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഈ മാനസിക പ്രയാസം മാറാൻ എന്താ ചെയ്യേണ്ടത്, ടെൻഷൻ മാറാൻ എന്താ ചെയ്യേണ്ടത്, അതൊന്ന്. ഇനി അത് അങ്ങേയറ്റം പോയിട്ട് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ചില കാര്യങ്ങൾ വരെ, കുട്ടികളുണ്ടാകുന്ന കേസിൽ വരെ വരും. കുട്ടികൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ നേരത്തെ ഞാൻ താമസിച്ചിരുന്ന അറവങ്കര എന്ന് പറയുന്ന സ്ഥലമുണ്ട്, മലപ്പുറത്ത് പൂക്കോട്ടൂർ അറവങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന സമയത്ത് ഞാൻ താമസിച്ചിരുന്ന കോട്ടേഴ്സിൻ്റെ തൊട്ടടുത്ത് ഒരു ദമ്പതികൾ താമസമുണ്ടായിരുന്നു. അവർക്ക് 4 വർഷമായി കുട്ടികളില്ല, കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി കുട്ടികളില്ല. അവർ കാരണമായി പറഞ്ഞത്, എൻ്റെ വല്യമ്മയുടെ വല്യമ്മ കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർക്ക് വല്യമ്മേൻ്റെ ഉമ്മ ഉണ്ടായത്. വല്യമ്മേൻ്റെ ഉമ്മാനെ കല്യാണം കഴിച്ചിട്ട് 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് വല്യമ്മ ഉണ്ടായത്. വല്യമ്മേനെ കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഉമ്മ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഉമ്മാനെ കല്യാണം കഴിഞ്ഞിട്ട് 12 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടായത്. അതുകൊണ്ട് എൻ്റെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിട്ടുള്ളൂ, ഒരു 10-12 കൊല്ലം കഴിയാതെ കുട്ടികൾ ഉണ്ടാകില്ല എന്ന ഒരു മെൻ്റൽ പ്രോഗ്രാമിങ്ങാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് പാരമ്പര്യമാണെന്ന് കരുതുന്ന ചില കേസുകൾ, തൈറോയിഡിൻ്റെ കേസുകൾ, പിന്നെ അതുപോലെ മറ്റൊരു കേസുണ്ടല്ലോ, ഈ PCODൻ്റെ കേസുകൾ, ഇതിലൊക്കെ നമുക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട്, കുട്ടികളുണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ അത്തരം കേസുകളൊക്കെ, ചില കേസുകളൊക്കെ സംസാരിക്കുമ്പോൾ, ഞാനിവിടെ സംസാരിക്കാൻ വരുന്ന കേസുകളൊക്കെ പച്ചയ്ക്ക് ഇരുന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ പറഞ്ഞു കൊടുത്തത് ഒരു പ്രാവർത്തികമാക്കാറുണ്ട്. തൊട്ടടുത്ത മാസം ഗർഭിണിയാകാറുണ്ട്. ഇപ്പോൾ 2-3 കുട്ടികളായിട്ട് ജീവിക്കുന്നുണ്ട്. അതിൽ തന്നെ ഞാൻ അന്ന് പറഞ്ഞ കോട്ടേഴ്സിൽ താമസിച്ചിരുന്ന ആ ദമ്പതികളുടെ അതിനുശേഷം ഉണ്ടായ കുട്ടിയെ കെട്ടിച്ച് അതിനും 2 കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നും നിലം തുടങ്ങിയല്ലെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിൽ മാനസികമായിട്ട് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാൻ ചില ടെക്നിക്കുകളുണ്ട്. അതായത് നമ്മുടെ മാനസിക പ്രയാസങ്ങൾ, നമ്മുടെ ശാരീരിക പ്രയാസങ്ങൾ, ഇതൊക്കെ നമ്മുടെ വിശ്വാസപരമായിട്ടുള്ള വിഷയങ്ങൾ, ജാതി മത ഇതിന് അപ്പുറത്തേക്ക് ഒരു എന്റർടൈൻമെന്റ് ലൈഫിലൂടെ 1-2 ദിവസത്തെ, 2 ദിവസം 2 പകലും 1 രാത്രിയും ആണ് സാധാരണത്തിൽ ഉണ്ടാകുക. ചിലപ്പോൾ 2 രാത്രിയും 3 പകലും ഉണ്ടാവും. അത് സൗകര്യം അനുസരിച്ചിട്ടാണ്. അതുപോലെ ഒരു 2-3 ദിവസത്തെ ഒരു ക്യാമ്പ്, ആ ക്യാമ്പിൽ എന്റർടൈൻമെന്റ് ഉണ്ടാവും, പൂള്, ചാടിക്കുളി ഉണ്ടാകും, ഒരു ടൂറിസമാണ്. ടൂറിസം പോലെ നിന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നു. ആ ക്യാമ്പ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. എന്തിനാ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നത്, ഇതുപോലുള്ള മെന്റൽ പ്രോഗ്രാമുകൾ പോകും. അതുപോലെ ആരാണ് അവനവനെന്ന് മനസ്സിലാവും. തൻ്റെ കൂടെ തൻ്റെ ജീവിത പങ്കാളിയുടെ സ്വഭാവം കാര്യങ്ങൾ മനസ്സിലാവും. മക്കളുടെ സ്വഭാവം മനസ്സിലാവും. മാതാപിതാക്കളുടെ സ്വഭാവം മനസ്സിലാവും. അവരുടെ പ്രവർത്തന മേഖല എന്നു അവർക്ക് മനസ്സിലാവും. സർവോപരി ഒരു ടെൻഷൻ ഇല്ലാതെ എങ്ങനെ ജീവിക്കാമെന്ന് മനസ്സിലാവും. ഏതൊരു അവസ്ഥയും എങ്ങനെ അതിജീവിക്കാമെന്ന് അവർക്ക് മനസ്സിലാവും. അങ്ങനെ ഒത്തിരി ഇത് പ്രാക്ടിക്കലായിട്ടാണ് പോണത്. ക്ലാസ് ആണെന്നൊന്നും അറിയുന്നില്ല, അതിനിടയിൽ കൂടെ അങ്ങ് പോകും. കുറഞ്ഞ സമയം മാത്രമാണ്
ഈ നേർക്ക് നേർ ഇതുപോലെ തന്നെ സംസാരിക്കുന്നത്, അതല്ലാതെ തന്നെ അറിഞ്ഞു പോകും. ആ രീതിയിൽ ഞാൻ വിഭാവനം ചെയ്തിട്ടുള്ള ഒരു സംവിധാനം എത്രയോ വർഷങ്ങളായി ചെയ്യുന്നുണ്ട്. 2008 നടന്നു, പിന്നെ 2014 നടന്നു, പിന്നീട് കൊറോണയ്ക്ക് ആയല്ലോ, 20 നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. കൊറോണ ആയതിനു ശേഷം പിന്നെ അത്തരത്തിലുള്ളൊരു ക്യാമ്പ് നടന്നിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ വൈറ്റമിൻ ഡിയുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഷാജസ്കറിയ വീഡിയോ ചെയ്തപ്പോൾ ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അത്തരം ക്യാമ്പുകളൊക്കെ താല്പര്യമുണ്ട്. കാശ് ചെലവുണ്ട്. 2 പേര് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10-20,000 റുപ്യ ചുരുങ്ങിയത് വരും. കാരണം നമ്മൾ ഒരു 10-12 പേരെ ഉണ്ടാവുള്ളൂ, അത്രയൊക്കെ തന്നെ ആൾക്കാരുണ്ടാവുള്ളൂ. അവർക്ക് വേണ്ടി നമ്മളൊരു റിസോർട്ട് ഒന്നാകെ വാടകയ്ക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വേറെ ആർക്കും പ്രവേശനം ഉണ്ടാവില്ല എന്നും. ആ ദിവസങ്ങളിൽ നമുക്ക് നമ്മളാണ് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളല്ലാതെ വേറെ ആരും അവിടേക്ക് പ്രവേശനം ഉണ്ടാവില്ല. ഇനി നമ്മൾ ഫുഡ് ഒരുപക്ഷെ നമ്മൾ പുറത്തുനിന്നാണ് പറയുന്നുണ്ടെങ്കിൽ ആ ഫുഡ് കൊണ്ട് വരുന്നവർക്ക് മാത്രമേ ആ സമയത്ത് മാത്രമേ പ്രവേശനം ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ ആ റിസോർട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ തിരികെ നമ്മൾ പോകുന്നത് വരെ ഒരു ഈച്ച അതിനകത്ത് കയറാൻ നമ്മൾ സമ്മതിക്കില്ല. ആ രീതിയിൽ പൂർണ്ണമായും നമ്മളതിനെ എടുക്കുക. എന്നാലും നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ, നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ മെഡിറ്റേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇതിനിടയിൽ വന്നിട്ട് തട്ടിവിളിയും മുട്ടുവിളിയൊക്കെ ഉണ്ടാവും. അതൊന്നും പറ്റില്ല. അപ്പം ആ നിലയിൽ സമ്പൂർണ്ണമായി ഒരു 2 ദിവസം മാറ്റിവെക്കാൻ കഴിയുന്നവർക്ക് അവരുടെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിക്കാൻ കഴിയുന്ന ടൂളുകളാണ് നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിൽ പേഴ്സണാലിറ്റി അനാലിസിസ് ഉണ്ട്, ഇമോഷണൽ മാനേജ്മെന്റ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ ഉള്ള കാര്യങ്ങളെല്ലാം സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുതിയ മനുഷ്യനായി പുറത്തിറങ്ങുന്നുണ്ട്. അതിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം എന്താണെന്ന് അറിയുന്നത്. ഈശ്വര വിശ്വാസികൾ അങ്ങോട്ട് വന്നാൽ മതി. യുക്തിവാദം മാത്രമാണ് ശരിയെന്നുള്ളത് ആൾക്കാർ അങ്ങോട്ട് വരണ്ട. അവർക്ക് പ്രവേശനമില്ല. കാരണം അവർ ക്ലാസ്സിനൊരു തലവേദനയായിരിക്കും. അവർക്കെല്ലാം ശാസ്ത്രീയമായി കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. എനിക്കതിന് സൗകര്യമില്ല, അതിന് സമയമില്ലാത്തതുകൊണ്ട് അത്രക്കാരെ അവർക്ക് നമ്മുടെ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ പങ്കെടുക്കാം. പക്ഷെ അവരെ തത്വബോധം വിളമ്പാനായിട്ട് അവിടെ അങ്ങോട്ട് വരണ്ട. കാരണം അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അനുഭവമുള്ള 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങളോട് പറയാണ്, നിന്നെക്കുറിച്ച് ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞ് നാക്കെടുത്ത് അകത്ത് വെച്ചിട്ടുള്ളൂ, ഒടുക്കത്തെ ആയുസാണ് എന്ന്. ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവർ കയറി വരും. ചില സമയത്ത് നമ്മൾ ആർക്കെങ്കിലും ഫോൺ ചെയ്യാനായിട്ട് ഇരുന്ന് ഡയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഇങ്ങോട്ട് വിളിക്കും. ചിലപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ പറയും, എടാ നിനക്ക് വിളിക്കാൻ ഡയൽ ചെയ്തുകൊണ്ട് നിൽക്കണമെന്ന് പറയും. ഇതൊക്കെ യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതാണോ? ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? ഇത് ശാസ്ത്രീയമായി നേരത്തെ പറഞ്ഞവർക്ക് വിശദീകരിച്ചു തരാൻ കഴിയില്ല, എനിക്ക് കഴിയും. ഞാനത് വിശദീകരിച്ച് കൊടുക്കാറുമുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു തോന്നൽ അതെങ്ങനെ വരുന്നത്? വേറൊരു ഇൻഡ്യൂഷൻ മാത്രമാണോ? അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? നമുക്കത് ശരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമുക്കൊരാളെ കോണ്ടാക്ട് നമ്പർ അറിയില്ല, അയാളെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. ഒരുപക്ഷെ അയാൾക്ക് നമ്മളെ കണ്ടെത്താൻ കഴിയുമായിരിക്കും. നമ്മുടെ കയ്യിലെ നമ്പർ ഇല്ലാത്തത് കൊണ്ട് അയാളെ നമ്മളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പരസ്പരം കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ ഈ വിധത്തിൽ സന്ദേശം അയാൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് പരസ്പരം കാണാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് വളരെ വിശദമായി ഡീപ്പായി ആ കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കുറച്ച് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ, ഈ ചില മാനസികമായി പ്രയാസം ഉണ്ടാകുന്ന ആൾക്കാർക്ക്, സ്ത്രീകൾക്കാണ് കൂടുതൽ, അവർക്ക് വിട്ടുമാറാത്ത നടുവേദന ഉണ്ടാകും, ഊരവേദന. അത് മാനസികമായി ഉണ്ടാകുന്നതാണ്. അങ്ങനെ മാനസികമായുള്ള ചില വിഷയങ്ങൾ കൊണ്ടുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ അതൊക്കെ അങ്ങോട്ട് പൊക്കിട്ടും. അല്ലാതെ അസുഖത്തെ ചികിത്സിക്കാനുള്ള ഒരു മാർഗമൊന്നും അല്ലത്. ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ശാസ്ത്രവാദികൾ പറയുന്ന സ്യൂഡോ സയൻസ് ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് ഇതിനകത്തുണ്ട്. അവർ പറയുന്നത് അതിന്റെ കഥ എന്ന് പറഞ്ഞാൽ, പണ്ട് ഈ പരമഹംസ യോഗാനന്ദയും പ്രൊഫസർ മിശ്രയും കൂടെ സഞ്ചരിച്ച ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അന്ന് യോഗാനന്ദ ഒരു ഗിഫ്റ്റ് വാങ്ങുന്നുണ്ട്, ഒരു സോവനീർ വാങ്ങുന്നുണ്ട് അനുജന് വേണ്ടിയിട്ട് വാങ്ങി പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിലത്ത് വീണത് പൊട്ടിപ്പോകും. ഒരു ബദൽ പീസ് അവിടെ ഇല്ല. ആ കടക്കാരൻ വേറെ പീസ് ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ യോഗാനന്ദ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ഇത് എൻ്റെ അനുജന് വേണ്ടി വാങ്ങിയതാണ്, അനുജൻ ഈ നിമിഷം മരിച്ചു, ആ മരണത്തിന് ഞാൻ അറിഞ്ഞ ഷോക്കിലാണ് ഈ സാധനം നിലത്ത് വീണത് എന്ന്. അനുജൻ എവിടെ? കിലോമീറ്ററുകൾ, മൈലുകൾക്കപ്പുറം മറ്റൊരു രാജ്യത്തെ സ്വന്തം വീട്ടിലാണ് ഈ പറഞ്ഞ അനുജനുള്ളത്, മരണപ്പെട്ടത്. ഇയാൾ അടുത്ത രാജ്യത്താണുള്ളത്, മിശ്ര അടക്കം. അപ്പൊ ഇതെങ്ങനെ സാധിച്ചു, ഇതെങ്ങനെ മനസ്സിലായി എന്നതിനെ കുറിച്ചുള്ള ഒരു തിയറി, അതൊരു സ്പിരിച്വൽ സയൻസ് ആയിട്ട് സ്പിരിച്വൽ സൈക്കോളജി എന്നൊരു വിഭാഗം തന്നെ ഉണ്ടായി. ഈ 2 വിഭാഗം കൂടി ഒരുമിച്ച് പഠിക്കാത്തതാണ് ഈ ശാസ്ത്രവാദവും അശാസ്ത്രീയവാദവുമായിട്ട് മാറിപ്പോയത്. അതായത് രണ്ടും കൂടി പഠിക്കുമ്പോൾ ഒരുപാട് വിശാലമായിട്ട് പഠിക്കേണ്ടി വരും. സൈക്കോളജി പഠിക്കുന്നവർക്ക് കുറെ കഷ്ടപ്പെടും, ഒത്തിരി അധികം പഠിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് രണ്ടും രണ്ടായിട്ട് പഠിപ്പിച്ചു. ജനറൽ സൈക്കോളജി വേറെ, സ്പിരിച്വൽ സൈക്കോളജി വേറെ. അതുകൊണ്ട് ജനറൽ സൈക്കോളജിസ്റ്റുകൾ പറയും അത് സ്യൂഡോ സയൻസ് ആണ്, അത് പഠിക്കാൻ പാടില്ല, കപടശാസ്ത്രമാണെന്ന് പറയും. അതുകൊണ്ട് ആ വാദികൾക്കാണ് അങ്ങോട്ട് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ എൻ്റെ കൗൺസിലിംഗ് കോഴ്സുകൾ ഞാൻ തുടങ്ങിയ കാലത്ത് ഞാനോട്ട് കച്ചറ ഉണ്ടാക്കുമായിരുന്നു.
കല്ലുണ്ടാക്കാൻ വരുമായിരുന്നു. എന്നാൽ ഞാൻ അവരെ കയറി തേച്ചൊട്ടിച്ചതിന് ശേഷം, അതെങ്ങനെയാണെന്ന് ഞാനത് പറയുന്നില്ല, നല്ല രീതിയിൽ തേച്ചൊട്ടിച്ചതിന് ശേഷം അതിൽ ചിലരൊക്കെ വന്ന് എൻ്റെ പേഴ്സണാലിറ്റി അനാലിസിസ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് ആ ടൂൾ ഉപയോഗിച്ചിട്ട് അന്തസ്സായിട്ട് അവർ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. MSc സൈക്കോളജി എന്നുള്ള ബോർഡ് വെച്ചിട്ടാണ് അതിൻ്റെ താഴെ അവർ കൗൺസിലിംഗ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന ടൂളാണ് അവർ ഉപയോഗിക്കുന്നത്. അവർ സക്സസ് ആണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാടുണ്ട്. യൂസ്ഫുൾ ഓർ നോട്ട് എന്നാണ് നമ്മൾ സിസ്റ്റം. നിങ്ങൾക്കത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, നമുക്കത് ഉപകാരമാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക. അപ്പോൾ ആ നിലയിൽ ഉള്ള സിലബസുകളുണ്ട്. അങ്ങനെ മനസ്സിനും ശരീരത്തിനും സുഖമായി ജീവിക്കാൻ കഴിയുന്ന നമ്മളെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ള ധാരണകളൊക്കെ കണ്ട് ഒഴിവാക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ, സമൂഹത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ക്യാമ്പ് ഒരുക്കി തരാം. നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. ആ പേയ്മെന്റ് 10-20 പേര് പേയ്മെന്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ക്യാമ്പ് ചെയ്യുള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കാനില്ല. കാരണം ഞാൻ അവസാനത്തത് എല്ലാവരും വരാമെന്നൊക്കെ പറഞ്ഞ് വലിയ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആൾക്കാരെ വിശ്വസിച്ചിട്ട് സാധാരണ പോലെ ആയിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ റിസോർട്ട് ബുക്ക് ചെയ്തു. ഏതാനും പേർ മാത്രമാണ് വന്നത്. ആ വന്നവരെ വെച്ചിട്ട് ആ പ്രോഗ്രാം നടത്തിയിട്ട് എനിക്ക് ഒരുപാട് കൈനഷ്ടങ്ങൾ വന്നു. എനിക്കിപ്പോൾ എൻ്റെ കയ്യിലെ പണം അങ്ങനെ ചെലവഴിച്ചുകൊണ്ട് നിങ്ങളെ ആരെ നന്നാക്കണമെന്ന് യാതൊരു ഉദ്ദേശമില്ല. അങ്ങനെ ഇല്ലെന്നേ. കാരണം ആ ഒരു വിഷയത്തിൽ നിങ്ങൾ പണം മുടക്കി വരണം, എങ്കിലേ നടക്കുള്ളൂ. തുറന്നാണ് പറയുന്നത്. അതിന് തയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ ക്യാമ്പ് ഞാൻ വെച്ചുതരാം. നിങ്ങളുടെ മനസ്സിലെ ടെൻഷൻ ഞാൻ ഒഴിവാക്കി തരാം. അതുപോലെ നിങ്ങളുടെ അത്തരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ കൊണ്ടുവരുന്ന അത് മാറ്റിത്തരാം. കുട്ടികളില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന കുറേ പേരുണ്ട്. ശരീരത്തിനും മനസ്സിനൊന്നും യാതൊരു കുഴപ്പമില്ല, കൗണ്ടും കാര്യങ്ങളും കൊണ്ടുതാനും, എന്നിട്ട് കുട്ടികളൊന്നുമില്ല, PCOD ആണ് എന്നൊക്കെ പറയുന്ന വലിയൊരു ഭാഗമുണ്ട്. അവർക്കൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാകും. അത് ആ പ്രോഗ്രാമിൽ വെച്ച് ഞാൻ പറഞ്ഞുതരും എന്ത് ചെയ്യണോ എങ്ങനെ ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. മാനസികമായി നമുക്കുണ്ടാകുന്ന ടെൻഷൻ, മറ്റു കാര്യങ്ങൾ അത് മാറ്റിത്തരാൻ വേണ്ടിയുള്ള ക്യാമ്പ് വേണമെങ്കിൽ നിങ്ങളൊക്കെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനോട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു തരാം. ഞാനായിട്ട് അതിനെ അനൗൺസ് ചെയ്യില്ല, ഞാനായിട്ട് നടത്തുകയുമില്ല. കുറേ ആൾക്കാർ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചോളൂ, നമുക്ക് സംസാരിക്കാം. Different angles. Don't forget to subscribe and support this channel.